Good evening, respected judges. Good evening, MES. How are you all doing? Are you ready to rock now? All right. നിങ്ങൾ എല്ലാവരും പല ബാച്ചസിനെയും കണ്ടിട്ടുണ്ട്. ഈ ഓർഗനൈസേഴ്സ് എല്ലാവരും പല ബാച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബാച്ച് മാത്രം ഇവിടെ ഇല്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഐ എം ഫ്രം ദി MES PhD ബാച്ച്. നിങ്ങൾ കേട്ടിട്ടില്ല? പാസ്ഡ് വിത്ത് ഹൈ ഡിഫിക്കൽറ്റി. നിങ്ങൾ ആരെങ്കിലും ഈ ബാച്ചിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കുവിക്കേ. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പം പലപ്പോഴും എന്നോട് മാർക്ക് ലിസ്റ്റ് ചോദിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ മാർക്ക് ലിസ്റ്റ് അല്ല, മാർക്ക് ബുക്കാണുള്ളത്. PhDയിൽ ആൾക്കാർ ഓരോ വിഷയം 3 വർഷമൊക്കെ പഠിക്കാറുണ്ട്. ഞാൻ 20 വിഷയം 3 വർഷം പഠിച്ചിട്ടുണ്ട്. എൻജിനീയറിങ്ങിന് പോയപ്പോൾ വീട്ടുകാർ എന്നോട് പറഞ്ഞിരുന്നു, മോനെ നീ നല്ലോണം പഠിക്കണമെന്ന്. ഞാൻ എല്ലാ വിഷയവും നല്ലോണം പഠിച്ചു. ഒരു 4 വട്ടമെങ്കിലും ആ പരീക്ഷ എഴുതിയിട്ടുണ്ട്. വീട്ടുകാരുടെ മോട്ടിവേഷൻ കാരണം എൻ്റെ വിചാരം ഞാൻ എൻജിനീയറിംഗ് പാസ്സാകുമ്പോഴത്തേക്കിന് മൈക്രോസോഫ്റ്റും ഗൂഗിളും എല്ലാം കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി എന്നെ ഗ്രീറ്റ് ചെയ്യുമെന്നായിരുന്നു. സത്യം ഐ തോട്ട് ഐ വുഡ് ജോയിൻ എ കമ്പനി ലൈക്ക് ഗൂഗിൾ. റിയാലിറ്റി, ഐ ജോയിൻഡ് എ കമ്പനി യു വോണ്ട് ഈവൻ ഫൈൻഡ് ഓൺ ഗൂഗിൾ. പക്ഷെ ഒരു കാര്യം ഞാൻ റിയലൈസ് ചെയ്തത്, ദ വൺ സ്കിൽ ദാറ്റ് ഐ എം റിയലി ഗുഡ് അറ്റ് ഫ്രം ലേണിംഗ് ഇൻ MES, ലേസിനെസ്. നിങ്ങൾ എല്ലാവരോടും ഒരു ചോദ്യം. ഹൗ മെനി ഓഫ് യു കൺസിഡർ യുവർ സെൽഫ് ടു ബി ലേസി? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. അലുമിനി പ്ലീസ് നോട്ട്. സത്യം പറയുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഫോർ ഓൾ ഓഫ് ദോസ് ഹു ഡിഡ് നോട്ട് റേസ് ദെയർ ഹാൻഡ്, ഐ സീ യു ആർ ടു ലേസി ടു ഈവൻ റേസ് യുവർ ഹാൻഡ്. I must say, I underestimated your skills. ഈ ലേസിനെസ് കാരണം എനിക്ക് പല ഉപയോഗങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ദുബായിൽ എത്തിയതിന് ശേഷം എൻ്റെ ജീവിതം വളരെ അടിപൊളിയാണ്. തുടക്കത്തിൽ 5,000 ആയിരുന്നു, പിന്നെ അത് 20,000 ആയി, 50,000 ആയി, 100,000 വരെ എത്തി. ശമ്പളമല്ല, ക്രെഡിറ്റ് കാർഡിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. എൻ്റെ കമ്പനിക്ക് യുഗാണ്ടയിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായി. അപ്പം ഞാൻ ഫാമിലിയുമായിട്ട് യുഗാണ്ടയിലേക്ക് പോയി. ബാക്കിയുള്ളവർ അമേരിക്കയിലോട്ടും ജോർജിയയിലോട്ടും സ്വിറ്റ്സർലൻഡിലോട്ടൊക്കെ കൊണ്ടുപോകുമ്പം ഞാൻ എൻ്റെ ഭാര്യയെ യുഗാണ്ടയിലോട്ട് കൊണ്ടുപോയി. യുഗാണ്ടയിലുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻ്റെ കൂടെ കൊളീഗ് ഒരാൾ വന്നിരുന്നു. എൻ്റെ കൊളീഗ് മനു പുരുഷോത്തമൻ. ഞങ്ങൾ മപ്പു എന്നാണ് പുള്ളിയെ വിളിക്കാറുള്ളത്. അപ്പോൾ ഒരു ദിവസം ഞാനും മപ്പുവും കൂടെ ഡിസൈഡ് ചെയ്തു, യുഗാണ്ടയിലുള്ളവർക്ക് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമല്ലേ? എൻ്റെ ബിരിയാണി കഴിച്ചതിന് ശേഷം എൻ്റെ 5 ഫ്രണ്ട്സിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു, വാ ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അതിൽ 3 people are not my friends anymore. The other 2 became vegetarians. ഒരു കാര്യം ഉറപ്പാണ്, യുഗാണ്ടയിലേക്ക് ഇനി വിസ കിട്ടത്തില്ല ഇനി. സോ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് ബാച്ചിലാണേലും നമ്മുടെ പഴയ ആ PhD ഹാബിറ്റ് ഒരിക്കലും മറക്കരുത്. പാസ്ഡ് വിത്ത് ഹൈ ഡിഫിക്കൽറ്റി. ഈ പ്രാവശ്യം RDX എന്ന പേരിലാണ് ഈ പരിപാടി നടത്തിയത്. അലുമിനിയോട് ഉള്ള എൻ്റെ ഒരു വിനീതമായ അപേക്ഷ എന്ന് പറഞ്ഞാൽ, അടുത്ത വട്ടം സപ്ലിമാല എന്ന പേരിൽ ഈ പരിപാടി നടത്തണമെന്നാണ്. Thank you everybody. That's my time. You've been a lovely audience.